മൈ സ്പേസ്. അങ്ങനെ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അതായത് രാവിലെ 5 മണി തൊട്ട് 8 മണി വരെയുള്ള വിശേഷങ്ങൾ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാണ്, പക്ഷേ ഫ്രഷൊക്കെ താഴെ എത്തുമ്പോഴത്തേക്ക് 5:25 ആവും. അപ്പോഴേക്കും കറക്റ്റാണ്, അപ്പോഴേ തുടങ്ങിയാൽ മതി. ഇപ്പോൾ രാവിലെ അടുക്കളയിൽ ലൈറ്റൊക്കെ ഇട്ട് അപ്പത്തിൻ്റെ മാവ് എടുത്ത് വെച്ചു കേട്ടോ. അത് പക്ഷേ കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ്, വലിയ ഗുണമൊന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതാണ് മോന് രാവിലെ കഴിക്കാൻ കൊടുക്കാൻ. പിന്നെ കൊടുത്തു വിടാൻ ലഞ്ച് ബ്രേക്കിന് നോക്കണം. അതായത് ഇന്ന് സാൻഡ്വിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്, എഗ് സാൻഡ്വിച്ച്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം കുടിക്കാനും മറക്കാൻ പാടില്ല. ചെറിയതായിട്ട് വെള്ളം ചൂടാക്കി അതും കുടിക്കുന്നുണ്ട്. പിന്നെ സാൻഡ്വിച്ചിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇപ്പം മയണൈസ്, ചില്ലി മയണൈസ് ഇട്ടും കേട്ടോ. അതാണ് ആ മയണൈസ് ആ കളറിലിരിക്കുന്നത്. മയണൈസും ചീസിൻ്റെ സ്ലൈസ് വേണം, പിന്നെ ലെറ്റസ് ലീഫ്, അത്രയൊക്കെ മതി. ടൊമാറ്റോ ഒന്നും വെക്കുന്ന അവന് ഇഷ്ടമല്ല. പിന്നെ ഒരു മുട്ടയും കൂടെ. അപ്പം മുട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്രയും സെറ്റാക്കി വെക്കുവാണ്. ബ്രെഡിൻ്റെ 3 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മുട്ട പിന്നെ ഉണ്ടാക്കുന്നുള്ളൂ. അവനിപ്പോൾ കഴിക്കാൻ വരും, അപ്പോഴത്തേക്കും അപ്പം കൊടുക്കണം. അപ്പം വലിയ സുഖമൊന്നുമില്ല, പൂ പോലത്തെ അപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഒരപ്പം കരിഞ്ഞും പോയി, ആകെ ഇച്ചിരി മാവേ ഉള്ളൂ. പിന്നെ ആ അപ്പം മാറ്റിയിട്ട് അതിന് വേറെ അപ്പവും വെച്ച് തേനാണ് കൂടെ കഴിക്കുന്നത്. പിന്നെ വെള്ളം കുടിക്കത്തുള്ളൂ, ചായ ഒന്നും കുടിക്കത്തില്ല. അത് കഴിഞ്ഞ് അവന് മേശപ്പുറത്തുകൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. കുത്തി പൊട്ടിച്ചിട്ട് അതിലിച്ചിരി കുരുമുളക് ഉപ്പും ചേർക്കും. പിന്നെ അതിൻ്റെ ഒരു ലിക്വിഡ് ടെക്സ്ചർ മാറാനായിട്ട് മൂടിയും കൂടെ വെക്കും, അല്ലെങ്കിൽ അത് അവന് ഇഷ്ടമല്ല. എന്നിട്ടാണ് ഞാൻ ബ്രെഡിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ആക്കി വെക്കുന്നത്. ഒന്ന് ചീസിൻ്റെ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വേണം സാൻഡ്വിച്ച് ആക്കി വെക്കാം. പിന്നെ പാനിൽ ഇച്ചിരി ബട്ടറും കൂടെ ഇട്ട് തിരിച്ച് മറിച്ചും ഇട്ട് മൊരിച്ചെടുത്താൽ മതി, സാൻഡ്വിച്ച് റെഡി. പിന്നെ അറ്റം വേണമെങ്കിൽ മുറിക്കാം, ഞാൻ പക്ഷെ മുറിക്കാറില്ല, അവൻ കഴിച്ചോളും. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മുറിച്ചൊക്കെ കൊടുക്കാറുണ്ട്. ചില സമയത്ത് മുറിക്കാതെ ഇതുപോലെ വെക്കും. ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ കേട്ടോ വെക്കുന്നത്. പിന്നെ ഉച്ചത്തേക്ക് ഒരു ഫ്രൂട്ടും കൂടെ അരിഞ്ഞ് വെക്കും. അവന് 2 ബ്രേക്കാണ് ഉള്ളത്. അപ്പം ഉച്ചത്തേക്കോ രാവിലെ അവൻ ഏതാണെന്ന് വെച്ചാൽ കഴിച്ചോളൂ ഇഷ്ടംപോലെ. ആപ്പിൾ, ഓറഞ്ച് എന്തെങ്കിലും വെക്കും. അതിൻ്റെ ലഞ്ച് ബോയൊക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്യുവാണ്. സാൻഡ്വിച്ച് വെച്ചു, പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ ബാർ വെച്ചു, ഒരു കേക്ക് വെച്ചു, ആപ്പിൾ വെച്ചു, പിന്നെ ഒരു ജ്യൂസും എന്നും കൊടുത്തു വിടില്ല കേട്ടോ. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് നോക്കിയാണ് കൊടുത്തു വിടാറ്. അങ്ങനെ പിന്നെ ഒരു കുപ്പി നിറച്ച് വെള്ളവും. അവൻ പിന്നെ റീഫിൽ ചെയ്തോളും അവിടെ ചെന്നിട്ട്. അപ്പോൾ അവൻ്റെ ലഞ്ച് ബാഗും റെഡി, അപ്പവും റെഡി. രാവിലത്തെ അവൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. മോനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബസ് വരാൻ സമയമായി വരുന്ന 6:18 ബസ് വരുന്നത്. അവൻ്റെ ജാക്കറ്റാണിത്, എടുത്തു വെച്ചില്ലെങ്കിൽ മറന്നു. അങ്ങനെ അവൻ്റെ ബസ് എത്തി കേട്ടോ. അവിടെ സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം ബസ് വരുന്നത്, ഹോണും അടിക്കും. പിന്നെ അവൻ ഇറങ്ങുവാണ്. അവനങ്ങനെ ഇറങ്ങി 6:18 ആയപ്പോൾ. പിന്നെ ഇനി നമുക്കുള്ള പരിപാടികളേ ഉള്ളൂ ബാക്കി. അപ്പോൾ ആദ്യം കുറച്ച് തുണി അലക്കാൻ ഇടാമെന്ന് വിചാരിച്ചു വാഷിംഗ് മെഷീനിൽ. അപ്പോൾ തലേന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇനിയൊന്ന് പൊടിയിട്ട് ഓൺ ചെയ്താൽ മാത്രം മതി, ഇല്ലെങ്കിൽ പിന്നെ മടിച്ചു പോകും. അപ്പോൾ ഒരു 45 മിനിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓണാക്കി. അപ്പോഴത്തേക്കും ഞാൻ വെളിയിലൊന്ന് നോക്കുകയാണ്, പൂച്ചകളൊക്കെ വെച്ചെന്ന് ഇരിക്കുവാണോ. അപ്പോൾ കുഴപ്പമില്ല, അവരൊക്കെ റിലാക്സിങ് ആണ്. അപ്പോൾ ഞാനും ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നിട്ട് പിന്നെയാണ് വന്നത്. അപ്പോഴത്തേക്കും തുണികളും റെഡി വിരിക്കാനായിട്ട്. അതുകൊണ്ട് വിരിക്കണം. പിന്നെ പൂച്ചയ്ക്ക് ഫുഡും കൊടുക്കണം. വിരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് വിറ്റുകളെല്ലാം എന്നെ ശല്യം ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആദ്യം അവർക്കങ്ങ് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അവരൊക്കെ സഹികെട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫുഡ് കൊടുക്കുവാണ്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ശല്യമൊന്നും ചെയ്യത്തില്ല. പിന്നെ സമാധാനപരമായിട്ട് തുണിയും വിരിക്കാം. ആ ചെറിയ ഗ്രേ പൂച്ചക്കുട്ടിയെ കണ്ടോ, അതാണ് ടിഗ്ഗി ബേബി. അത് ഭയങ്കര കുസൃതി കേട്ടോ. കണ്ടോ, തുണി വിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കളിയാണ്. എന്നെ വിരിക്കാനും സമ്മതിക്കത്തില്ല, ഓടി നടക്കും. ഞാനിവിടെ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് ആ ഫോൺ ഇപ്പോൾ തറയിൽ വീഴാറായി. ടിഗ്ഗിയുടെ പണി കേട്ടോ. പിന്നെ വിരിക്കുമ്പോൾ മൊത്തം അത് അടിയിൽ കാണും, എന്നെ ശല്യം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതിനെ കളിപ്പിക്കുക കേട്ടോ. ഇതിനൊക്കെ കുറച്ച് കളിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് മെൻ്റലി റിലീഫാവും. അപ്പം പിന്നെ അതിനെ എന്തായാലും കുറച്ച് നേരം ഇട്ട് കളിപ്പിച്ച്, ഒരു കമ്പ് മാത്രം മതി കേട്ടോ അതിനെ കളിപ്പിക്കാൻ. കുറേ നേരം പോവാം എൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ. ആണെങ്കിൽ ഇച്ചിരി ഫുഡേ കഴിക്കത്തുള്ളൂ. പിന്നെ കളിയാണ്, കളിക്ക് ഒരു കുറവുമില്ല. ഇതാണ് കേട്ടോ ടിക്കിയുടെ അമ്മ പൂച്ച, മോളിക്കുട്ടി. അത് വെള്ളം കുടിക്കുക. കണ്ടോ ഈ ടിക്കിയുടെ പണി, എൻ്റെ സ്കേർട്ടിൻ്റെ വാലൊക്കെ പിടിച്ച് ഒരേ കളിയാണ്. അങ്ങനെ എൻ്റെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് പോകണം. അപ്പോൾ ഇന്നൊരു സാൻഡ്വിച്ച് തന്നെയാണ്, ഹാം സാൻഡ്വിച്ച്, ചീസൊക്കെ ചേർത്തിട്ട്. അത് ഹസ്ബൻഡിനാണ് കേട്ടോ. എനിക്ക് ഹാമൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ സാൻഡ്വിച്ച് അടിപൊളി കേട്ടോ. ബട്ടറിൽ പുറത്തൊക്കെ മൊരിച്ചിങ്ങനെ എടുക്കുമ്പോഴേ അകത്ത് ചീസൊക്കെ അലിഞ്ഞിട്ട് യമ്മിയാണ് സംഭവം. ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു ഓട്സ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട്, ചിയാ സീഡൊക്കെ ഇട്ട്, സ്ട്രോബെറി ഒക്കെ ഇട്ട്, അങ്ങനെ ഒരു അടിപൊളി ഓട്സ്. അപ്പോൾ ഓട്സ് ഞാൻ പാലിൽ ആദ്യം തിളപ്പിക്കുവാണ്. അപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സ്ട്രോബെറിയും ബ്ലൂബെറിയും എടുത്തു. പിന്നെ ആപ്പിളും പഴമൊക്കെ ഇടാം, പക്ഷേ ഞാൻ അതൊന്നും എടുത്തില്ല.
പിന്നെ ഓട്സ് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ഇട്ട് കുറുക്കി ഇങ്ങനെ കട്ടിയാക്കത്തില്ല, ഇച്ചിരി ലൂസായിട്ട് തന്നെ തണുക്കാൻ വെച്ചു. പിന്നെയാണ് മാങ്ങയുടെ കാര്യം ഓർത്തത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് മാങ്ങയും കൂടെ എടുത്ത് വെച്ചു. അപ്പോൾ മാങ്ങ, സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ ആയി. പിന്നെ ഗ്രാനുല ഉണ്ടല്ലോ, ഓട്സിൻ്റെ ഗ്രാനുല പാക്കറ്റ് മേടിച്ച് അത് നമ്മൾ ചുറ്റും ഒന്നിട്ടിട്ട് ചിയാ സീഡും കൂടെ ഇട്ട് ഓട്സ് തണുത്തതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. യമ്മിയായിട്ടോ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇനിയുള്ള പണി എന്ന് പറയുന്നത് ഇഡലിക്കും ദോശയ്ക്കും അരയ്ക്കാൻ ഇടണം. അപ്പോൾ അതിന് കുവര ഇടുവാണ്. അരി ഇട്ടു, ഉഴുന്നിട്ടു, പിന്നെ ഞാൻ ഇച്ചിരി ചൗവരി ഉണ്ടല്ലോ, ഷാഗോ സീഡ്സ്, അപ്പോൾ ചൗവരി കുറച്ചെടുത്തു. പിന്നെ ഇച്ചിരി ഉലുവയും കൂടെ കുവരാനിട്ടു. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. രാവിലത്തെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.